നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ചേർന്ന CPM നേതൃയോഗത്തിൽ പിണറായിക്ക് തലങ്ങും വിലങ്ങും അടി. പരാജയം CPMലും ഇടതുമുന്നണിയിലും വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് CPMന്റെ നേതൃയോഗങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. 20 മണ്ഡലങ്ങളിലെയും വോട്ട് വിഹിതം അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. 2 ദിവസം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും തുടർന്നുള്ള 3 ദിവസം സംസ്ഥാന സമിതി യോഗവുമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നേതൃയോഗം തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ പിണറായി വിജയന് നേരെ വലിയ രീതിയിൽ വിമർശനം വരുന്നു. അതായത് തെരഞ്ഞെടുപ്പിന്റെ പരാജയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കഴിവുകേട് ആണെന്ന് വ്യക്തമാക്കുകയാണ് ഓരോ നേതാക്കളും. ധാർഷ്ട്യവും പിണറായിസവും ഒന്നും ഇനി വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല എന്ന് ഇവർ വ്യക്തമാക്കുകയാണ്. പിണറായി വിജയനെ സംബന്ധിച്ച് വലിയ അടിയായിരിക്കുന്നത് മുതിർന്ന നേതാക്കൾ, അതായത് തോമസ് ഐസക്കും G. സുധാകരനും ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ പൊതുമധ്യത്തിൽ വന്നു നിന്ന് പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. MV ജയരാജനും ഒക്കെ പിണറായി വിജയന്റെ പേരെടുത്ത് പറയാതെയാണ് എന്നാൽ പിണറായിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഒരു വിഭാഗം പിണറായിക്കെതിരെ എതിർത്ത് തന്നെ നിൽക്കുകയാണ്. ബാക്കിയുള്ള 2 വർഷങ്ങളിൽ പാർട്ടിയുടെ നിയന്ത്രണം ഭരണത്തിൽ ശക്തമാക്കാനാണ് ഇപ്പോൾ ആലോചന വന്നിരിക്കുന്നത്. അതായത് പിണറായി വിജയൻ ഇനി ഒരു മൂലക്കിരുന്നോളൂ, പാർട്ടി തന്നെ നേരിട്ട് ഭരണം നടത്തുമെന്ന രീതിയിലാണ് നേതാക്കൾ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. പിണറായി വിജയനാണ് ഭരണം നടത്തുന്നതെങ്കിലും കണ്ണൂർ ലോബിയിലെ, അതായത് P. ശശിയാണ് ചരടുവലി നടത്തുന്നതെന്ന ആക്ഷേപമുണ്ട്. P. ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയതിനു പിന്നാലെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമായി ഉയർന്നു വന്നത്. പിണറായി വിജയന്റെ പോലും ആലോചനയില്ലാതെ പല കാര്യങ്ങളിലും P. ശശി തീരുമാനങ്ങൾ എടുക്കുന്നെന്നും ഇത് ജനങ്ങളെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്നും പിണറായി വിജയന്റെ ഈ ധാർഷ്ട്യം ഇനിയും വെച്ചുപൊറുപ്പിക്കാൻ കഴിയുന്നതല്ല എന്നുമൊക്കെ വ്യക്തമാകുകയാണ്. പിണറായി വിജയൻ പാർട്ടിക്ക് മുകളിൽ കയറി കളിക്കുകയായിരുന്നു. VSന്റെ കാലം വരെയും CPMന്റെ ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയാണെല്ലാം, പാർട്ടിക്ക് മുകളിൽ ഒരാളില്ല, വ്യക്തിപൂജ വേണ്ട, പാർട്ടിയാണ് അവസാന വാക്ക്. ഈ ഒരു ട്രാക്കിലൂടെയാണ് കാര്യങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ പിണറായി വിജയൻ വന്നതിന് ശേഷമാണ് പാർട്ടി മാറി പിണറായി വിജയൻ എല്ലാം ആയത്. അതിന്റെ എല്ലാ തിരിച്ചടികളും CPMന് കിട്ടി. ഇനി ഇതുമായി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് നേതാക്കൾ. അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള സർക്കാരിന്റെ കാലയളവിൽ ഭരണത്തിൽ പാർട്ടി പിടിമുറുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച് CPMലും ഇടതുമുന്നണിയിലും ആരോപണങ്ങൾ കൊടുമ്പിരി കൊള്ളുന്നതിനിടയിൽ പരാജയ കാരണങ്ങൾ വിലയിരുത്തുന്നതിനുള്ള നേതൃയോഗങ്ങൾക്ക് തുടക്കമായതോടെ പിണറായിക്ക് ഉത്തരം മുട്ടുകയാണ്. പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്കും കർശനമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരും. തെരഞ്ഞെടുപ്പ് പരാജയത്തെ തുടർന്ന് പാർട്ടിയിലും സർക്കാരിലും ഒരുപോലെ തിരുത്തലിനാണ് നേതൃത്വത്തിന്റെ നീക്കം. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് CPM പൊതുവിൽ 2 കാരണങ്ങളാണ് കാണുന്നത്. സർക്കാരിന്റെ മുൻഗണനകളിൽ ഉണ്ടായ പാളിച്ചയും സംഘടനാ തലത്തിൽ താഴെ തട്ടിലുള്ള ദൗർബല്യവും. ഇവയ്ക്കുള്ള തിരുത്തലിനായിരിക്കും മുൻതൂക്കം നൽകുക.